ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CSEB ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അനലോഗി ഓർ സിമിലാരിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നിരന്തരമായിട്ട് നമ്മുടെ CSEB പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, നമ്മുടെ CSEB മാത്രമല്ല അതുപോലെ തന്നെ SSC പരീക്ഷകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സാധാരണയായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷകൾക്ക് തന്നെ 3-4 ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മളതിനെ വളരെ വിശാലമായിട്ട് നമ്മളതിനെ പഠിക്കാനായിട്ട് പോവുകയാണ്. അനലോഗി ഓർ സിമിലാരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ അനലോഗി ഓർ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഒരു 4 തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ടുള്ള ഒരു സിമിലാരിറ്റി നമ്മൾ കണ്ടെത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും, അതുപോലെ തന്നെ ആൽഫബറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അനലോഗി ടൈപ്പുകളും, അതുപോലെ തന്നെ നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള അനലോഗി ടൈപ്പും, അതിനോടൊപ്പം തന്നെ നമ്പേഴ്സും ആൽഫബറ്റും കൂടെ ചേർത്തുള്ള ചില ചോദ്യങ്ങൾ. ഇത്തരത്തിലുള്ള അനലോഗി ടൈപ്പിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മുടെ ഒരു മെൻ്റൽ എബിലിറ്റി, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി തന്നെ ഇരിക്കണം. നമുക്ക് ആദ്യത്തെ ഒരു 1-2 ചോദ്യത്തിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് തന്നു, ടച്ച്, ഫീൽ, ഗ്രീറ്റ്. അപ്പോൾ നമുക്ക് ടച്ച് ഉണ്ട്, തൊടുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അത് ഫീൽ ചെയ്തു. പിന്നുള്ളത് ഗ്രീറ്റ് എന്ന് പറയുന്നൊരു വാക്കാണ്. എന്താണ് ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ? GREET, ഗ്രീറ്റ്. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ വന്ദനമാണ് അല്ലേ, നമ്മളെ വന്ദിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫീൽ കിട്ടുന്നു. നമ്മളെ വന്ദനം ചെയ്യുന്നു. സ്മൈലുണ്ട്, അക്നോളജ് ഉണ്ട്, സക്സസ് ഉണ്ട്, മാനേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും? സ്മൈലല്ല, നമുക്കറിയാം. സക്സസും അല്ല, മാനേഴ്സും അല്ല. സ്വാഭാവികമായിട്ട് അവിടെ വരാനുള്ള എന്താണ്? അക്നോളജ് ആയിരിക്കാനാണ് സാധ്യത. എ ടച്ച് ഹാസ് ഫീലിംഗ് എഫക്റ്റ്. അപ്പോൾ ടച്ച് നമുക്ക് എന്താണ്? ഒരു ഫീലിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സിമിലർലി ഗ്രീറ്റ് ഈസ് അക്നോളജ്ഡ്. ഇതാണ് അക്നോളജ്ഡ് ആണ് അല്ലേ. സംഭവം അത് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഏതായിരിക്കും? ഓപ്ഷൻ 2, ഓപ്ഷൻ ബി, അക്നോളജ് ആയിരിക്കും അല്ലേ. ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് അതിന്റെ ടെക്നിക്ക് എന്ന് മനസ്സിലാക്കി. ആദ്യത്തെ 2 റിലേഷൻസ് എന്താണോ ആ റിലേഷൻ, ആ ഒരു സിമിലാരിറ്റി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം രണ്ടാമത്തതിനെ നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലോഗി ഓർ സിമിലാരിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള ചോദ്യമാണ്. നമുക്ക് കുറച്ച് വാക്കുകൾ കൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹൗസ് ഉണ്ട്, റൂം ഉണ്ട്. അപ്പോൾ ഹൗസ്, റൂം എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ വേൾഡിനെ നമ്മൾ എന്ത് ചെയ്യണം? റിലേറ്റ് ചെയ്യണം. നോക്ക്, ഹൗസ് വീട്, റൂം അല്ലേ. വീട്ടിൽ എന്തുണ്ട്? റൂമുണ്ട്. അപ്പോ ലോകത്തിൽ എന്തുണ്ട്? രാജ്യമുണ്ട്. എയറല്ല, സണ്ണല്ല, ലാൻഡ് അല്ല, എന്തുണ്ട്? രാജ്യമുണ്ട്, നേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? റൂം ഈസ് എ പാർട്ട് ഓഫ് ദ ഹൗസ്. റൂം എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ പാർട്ട് ഓഫ് ദ ഹൗസ്. അങ്ങനെയാണെങ്കിൽ സിമിലർലി നേഷൻ ഈസ് ദ പാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് നമുക്ക് അതിന്റെ സൊല്യൂഷൻ പറയാം. സംഭവം സെറ്റ് ആയില്ലേ നിങ്ങൾക്കത്? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാനും സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാർബൺ, ഡയമണ്ട്. അപ്പൊ കാർബൺ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്.
എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് അതേപോലെ കൊറണ്ടം നമുക്കുണ്ട്. കൊറണ്ടത്തിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡയമണ്ട് ഈസ് എ ട്രാൻസ്പാരന്റ് പ്രഷ്യസ് സ്റ്റോൺ ഓഫ് പ്യുവർ കാർബൺ. നമുക്ക് പ്യുവർ ആയിട്ടുള്ള, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു കാർബണിന്റെ പീസാണ് എന്തെന്ന് പറയുന്നത്, ഡയമണ്ട്. അങ്ങനെയാണെങ്കിൽ കൊറണ്ടത്തിന്റെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പീസ് എന്തായിരിക്കും? എന്താണ്? സിമിലർലി കൊറണ്ടം ഈസ് ഈക്വലന്റ് ടു എന്താ? റൂബി ആണ്. റൂബി, പേളല്ല, റൂബി ആണ്. കൃത്യമായി മനസ്സിലാക്കുന്നു. റൂബിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്, അല്ലേ? അപ്പോൾ കാർബൺ എങ്ങനെ നമ്മൾ ഡയമണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തു, അതുപോലെ കൊറണ്ടം എന്തുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തു? റൂബിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തു. സംഭവം സെറ്റാണേ. നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? എന്ന് നമുക്ക് അടുത്തേക്ക് പോയാലോ. ഇവിടെ സ്മോക്ക് പൊല്യൂഷൻ, സ്മോക്ക് വന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ മൊത്തം എന്ത് ചെയ്യുന്നു? പൊല്യൂട്ടഡ് ആകുന്നു. നശീകരണത്തിൽ നമ്മൾ എന്താണ് മൊത്തം എന്താണ് നശീകരണം സംഭവിക്കുന്നു, പൊല്യൂഷനിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ വാർ, യുദ്ധമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? വിക്ടറി, പീസ്, അതുപോലെ തന്നെ ട്രീറ്റി, അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. എന്തായിരിക്കും ഉണ്ടാകുന്നത്? വിക്ടറി ഉണ്ടാവും. പക്ഷേ ഈ റിലേഷൻ വെച്ച് നോക്കണം. സ്മോക്ക്, പൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ വാർ, ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാകേണ്ടത്. എന്താണ്? ഡിസ്ട്രക്ഷൻ ആണ്. സോ ദ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ 4 എന്താണ്? ഡിസ്ട്രക്ഷൻ ആണ് വരേണ്ടത്. എന്തായിരിക്കും? സ്മോക്ക് ലീഡ്സ് ടു പൊല്യൂഷൻ, അല്ലേ? തന്നല്ല. സിമിലർലി വാർ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. ക്ലിയർ അല്ലേ? സംഭവം നിങ്ങൾക്ക് സെറ്റായില്ലേ? അതായത് നമുക്ക് പുക കൊണ്ട് നമുക്ക് ഇവിടെ എന്തുണ്ടോ? പുക, ഒരു മലിനീകരണം, ഒരു എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. എന്നാൽ വാർ, യുദ്ധം കൊണ്ട് നമുക്ക് എന്താണ്? നമുക്കൊരു ഡിസ്ട്രക്ഷനാണ്, നമുക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കൊരു നേട്ടവും ഉണ്ടാവത്തില്ല, അല്ലേ? അടുത്ത നോക്കിയേ, വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് CSEBക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. CSEBയിൽ ചോദിക്കുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSCയുടെ ക്വസ്റ്റ്യൻസ് നിന്ന് അവരെടുക്കുന്നതാണ് മിക്കവാറും ഉള്ള ചോദ്യങ്ങളെല്ലാം. SSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് അവർ മിക്കവാറും എടുക്കുന്നത്. അപ്പോൾ ഇത് SSCക്ക് 4-5 തവണ ചോദിച്ചൊരു ചോദ്യമാണ്. ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ നമ്മുടെ CSEBയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ക് പെൻ, ബ്ലഡ് എന്തായിരിക്കാം? ഇങ്ക് എവിടെയുള്ള സാധനമാണ്? പെന്നിനകത്തുള്ള ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് എന്ന് പറയുന്നത് എവിടെയായിരിക്കുന്നത്? ആക്സിഡന്റ്, ഡോക്ടേഴ്സ്, വെയിൻ, ഡൊണേഷൻ. എന്താണ്? വെയിനിലാണ് എന്തുള്ളത്? ബ്ലഡ് ഉള്ളത്. നോക്കിയേ, ആൻസർ നോക്കിയേ. പെൻ ഈസ് ഫിൽഡ് വിത്ത് ഇങ്ക്. പെൻ എന്ന് പറയുന്നത് എന്ത്? ഇങ്ക് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് പെൻ. അങ്ങനെയാണ് എങ്കിൽ സിമിലർലി വെയിൻ ഈസ് ഫിൽഡ് വിത്ത് ബ്ലഡ്. എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം, ഗുഡ്, ബാഡ്, നല്ലത്, ചീത്ത. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ എന്താണ്? വിപരീത പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഗുഡ്, ബാഡ് ആണ്, അല്ലേ? നേരെ ഓപ്പോസിറ്റ് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൂഫ്, നമ്മൾ റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മേൽക്കൂരയാണെങ്കിൽ ഇതിനകത്ത് എന്തായിരിക്കാം? വാൾസ് ഉണ്ട്, പില്ലേഴ്സ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്, വിൻഡോ ഉണ്ട്. നമുക്ക് മനസ്സിലായി, ഫ്ലോർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം, അല്ലേ? ഗുഡ്, ബാഡ്, നല്ലത്, ചീത്ത, മേൽക്കൂര, തറ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ എന്താ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? The second term is antonym of the first term. അപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ അന്റോണിം, വിപരീത പദമാണ്. ഹെൻസ് റൂഫ് എന്ന് പറയുന്നത് എന്തിലേക്ക് വരാം? ഫ്ലോറിലേക്ക് നമുക്ക് വരാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ലയൺ, ഡെൻ, റാബിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലയൺ, ഡെൻ എന്താണ്? ലയൺ അതിന്റെ മുമ്പ് നമുക്ക് തന്നിരിക്കുന്നത് ഡെൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? യെസ്, ഇത്രേ ഉള്ളൂ. ഇവരുടെ താമസ സ്ഥലങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്, അല്ലേ? ലയൺ എവിടെയാണ് താമസിക്കുന്നത്? ഗുഹയിലാണ് താമസിക്കുന്നത്, നമുക്കറിയാം, അല്ലേ? അതുപോലെ റാബിറ്റ് എവിടെയാണ്? ഹോൾസ് ഉണ്ട്, പിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബുറോ ഉണ്ട്, അതുപോലെ തന്നെ ട്രെഞ്ച് ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരാനുള്ള സാധ്യത? അപ്പോൾ ലയൺ, ഡെൻ, റാബിറ്റ്
അപ്പോൾ ഹോൾസ് ഉണ്ട്, പിറ്റ് ഉണ്ട്, ബുറോ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ട്രെഞ്ച് ഉണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. നോക്ക്, ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയാണ്. ലയൺ എവിടെയാണ് താമസിക്കുന്നത്? അത് ഗുഹയിലാണ്. അപ്പോൾ റാബിറ്റ് എവിടെയാണ്? ഹോളിലാണോ, പിറ്റിലാണോ, ട്രെഞ്ചിലാണോ? അല്ല, ബുറോയിലാണ് താമസിക്കുന്നത്. അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? മാളങ്ങൾ എന്നാണ് കേട്ടോ. മാളങ്ങൾ കേട്ടോ. മാളത്തിലാണ് ആര് താമസിക്കുന്നത്? റാബിറ്റ് താമസിക്കുന്നത്. നോക്കാം, ദ ഹാബിറ്റ് ലിവിങ് സ്പേസ് ഓക്കെ ഓഫ് ലയൺ ഈസ് കോൾഡ് ഡെൻ. അപ്പോൾ ലയൺ, നമ്മുടെ ലയൺ എവിടെയാ താമസിക്കുന്നത്? ഡെന്നിൽ താമസിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ സിമിലാർലി ദ ലിവിംഗ് പ്ലേസ് ഓഫ് ദ റാബിറ്റ് ഈസ് ബുറോ. BURROW. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എന്താണ് അതിന്റെ മീനിങ്? മാളങ്ങൾ എന്നാണ് കേട്ടോ. മാളങ്ങൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡിറ്റക്റ്റീവ് ഉണ്ട്, ഇൻഫോമർ ഉണ്ട്. റിപ്പോർട്ടറിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് സോഴ്സ് ഉണ്ട്, എഡിറ്റോറിയൽ ഉണ്ട്, ന്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ എസ്സേ ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഡിറ്റക്റ്റീവ്. നമ്മൾ ഡിറ്റക്റ്റീവ്സ്, ഒരുപാട് ഡിറ്റക്റ്റീവ്സ് സിനിമകളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഈ ഡിറ്റക്റ്റീവ്സ് സിനിമകൾക്ക് എങ്ങനെയാണ് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവർക്ക് ഇൻഫോമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഇൻഫോമേഴ്സിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? ഓരോ സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ റിപ്പോർട്ടർ എവിടെ നിന്നായിരിക്കും? അവർ കണ്ടെത്തുന്ന ന്യൂസിന് എന്തുണ്ടായിരിക്കും? ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? സോഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഡിറ്റക്റ്റീവ്, ഇൻഫോമർ, റിപ്പോർട്ടർ എന്താണ്? സോഴ്സ് ആണ്. നോക്കാം, ഡിറ്റക്റ്റീവ്സ് കളക്ട് വൈറ്റൽ ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫോമർ. ഇൻഫോമറിന്റെ സഹായത്തോടു കൂടി ചില വിലപ്പെട്ട വിവരങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അവര് കണ്ടെത്തുന്നു. സിമിലാർലി അതുപോലെ തന്നെ റിപ്പോർട്ടർ ആണ് എങ്കിൽ, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആരാണെങ്കിൽ, ദി കളക്ട് ന്യൂസ് ഫ്രം സോഴ്സ്. അവരെവിടെ നിന്നാണ്? സോഴ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്ന് പറയാം. കണ്ടില്ലേ? ഇത് വേർഡ് ടൈപ്പിലുള്ള അനലോഗികളാണ്. നമുക്ക് 1-2 കൂടെ നോക്കാം. തണ്ടർ റെയിൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായൊരു ചോദ്യമാണ്. തണ്ടർ റെയിൻ ഏതോ ഒരു വാക്ക് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നൈറ്റ്. മഴ വരുന്നതിന് മുമ്പേ എന്ത് വരുന്നു? തണ്ടർ വരുന്നു. തണ്ടർ. മഴ വരുന്നതിന് മുമ്പേ തണ്ടർ വരുമെങ്കിൽ നൈറ്റ്, രാത്രിക്ക് മുമ്പേ ആര് വരണം? രാത്രിക്ക് മുമ്പേ ആര് വരണം? ഡേ ഉണ്ട്, ഡസ്ക് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഈവനിങ് ഉണ്ട്. വരേണ്ടത് ഡസ്ക് ആണ്. മീൻസ് സന്ധ്യ. എന്താണ്? സന്ധ്യ. സന്ധ്യ കഴിഞ്ഞിട്ടാണ് എന്തിലേക്ക് വരുന്നത്? രാത്രിയിലേക്ക് വരുന്നത്. അപ്പൊ പല ആൾക്കാർക്കും സംശയമുണ്ടാവാം, ആൻസർ ഇവിടെ ഈവനിങ് ഒക്കെ എഴുതി വെക്കും. അല്ല, തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവമാണ് അല്ലേ? അപ്പോ തണ്ടർ റെയിൻ. അപ്പോൾ ഏതായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത്? സന്ധ്യ. ഡസ്ക് ആണ് ആൻസർ. DUSK. ഡോസ്ക് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനും കൂടി നോക്കാം. തണ്ടർ ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ റെയിൻ. സിമിലർലി ഡസ്ക് ഈസ് ഫോളോഡ് ബൈ നൈറ്റ് എന്നാണ്. അപ്പോൾ നൈറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് ഡസ്ക് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബോട്ടണി, പ്ലാന്റ്സ്, എൻറ്റമോളജി. എന്ത് ബോട്ടണി എന്ന് പറഞ്ഞ എന്താണ്? പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ബോട്ടണി എന്ന് പറയുന്നത്. പ്ലാന്റ്സിനെ ബയോളജിയെ 2000 ബോട്ടണി ആൻഡ് സുവോളജി നമുക്കറിയാം. അതുപോലെ എന്താണ്? സസ്യശാസ്ത്രത്തിനെ കുറിച്ചുള്ള പഠനം, സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ബോട്ടണി എന്ന് പറയുന്നത്. അപ്പോ എൻറ്റമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബേർഡ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ്സ് എല്ലാം നമുക്കറിയാം. ഇൻസെക്ട്സ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, നമുക്കറിയാം, നമ്മൾ പഠിച്ചു. ഇത്തരത്തിലുള്ള കുറച്ച് പഠനങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എന്താണ് ആൻസർ? ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ്. ഓക്കെ, ഇൻസെക്ട്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്?
entomology. അപ്പോൾ ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനം? പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ entomology എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഇൻസെക്ട്സിനെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? The scientific study of plants is called botany. കണ്ടില്ലേ? ശാസ്ത്രീയപരമായിട്ട് പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനത്തിന് നമുക്ക് എന്തെന്ന് പറയാം? ബോട്ടണിയാണെന്ന് പറയാം. സിമിലർലി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാം? സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഈസ് കോൾഡ് എൻറ്റോമോളജി. കണ്ടില്ലേ? ഇൻസെക്ട്സ് ഈസ് കോൾഡ് എൻറ്റോമോളജി. അപ്പോൾ ഈ പഠനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓർണിത്തോളജിയും ഓങ്കോളജിയും അങ്ങനെയുള്ള അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന വളരെ പ്രധാനപ്പെട്ട നല്ല ഒരു ചോദ്യം. പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നല്ല രസമായിരിക്കും, നല്ല എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ. പാർലമെന്റ് ഗ്രേറ്റ് ബ്രിട്ടൻ. അപ്പൊ കോൺഗ്രസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാം, ദ ലെജിസ്ലേറ്റീവ് ഹൗസ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, ബ്രിട്ടന്റെ ലെജിസ്ലേറ്റീവ് ഹൗസ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പാർലമെന്റ്. അപ്പോൾ ബ്രിട്ടന്റെ ലെജിസ്ലേറ്റീവ് ഹൗസിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പാർലമെന്റ്. അങ്ങനെയാണ് എങ്കിൽ അമേരിക്കയുടെ ഈ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ അമേരിക്കയുടെ പാർലമെന്റിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കോൺഗ്രസ്. അപ്പൊ സോ ദ ആൻസർ ഈസ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ലെജിസ്ലേറ്റീവ് ഹൗസ് അല്ലെങ്കിൽ അവിടുത്തെ പാർലമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോൺഗ്രസ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, പാർലമെന്റ് എന്താണ്? ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്തുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും? നമ്മൾ USA, അമേരിക്കയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. സംഭവം സെറ്റായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സൈക്കോളജി മൈൻഡ്, ഓർണിത്തോളജി. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തിനാണ്? മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. അങ്ങനെയാണെങ്കിൽ ഓർണിത്തോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? അത് ബേർഡ്സിനെ കുറിച്ചുള്ള പഠനമാണ്. എന്ത്? ഓർണിത്തോളജി. ഞാൻ പറഞ്ഞില്ലേ, പഠനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പാണ്. അല്ലേ? അപ്പോൾ സൈക്കോളജി എന്തിനെ കുറിച്ച്? മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർണിത്തോളജി എന്തിനെ കുറിച്ച് പഠിക്കും? ബേർഡിനെ കുറിച്ച് പഠിക്കും. അല്ലേ? നോക്കുക, സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്, മെന്റൽ കണ്ടീഷൻ. സിമിലർലി അതുപോലെ തന്നെ the scientific study of birds is called ornithology. അപ്പോൾ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർണിത്തോളജി എന്ന് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മാക്സിമം എക്സസ്. അങ്ങനെയാണെങ്കിൽ SLY എന്തിനെ കുറിച്ചാണ് എന്തിനുമായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ആൻഡ് എക്സസ് ആർ സിനോണിംസ് ടു ഈച്ച് അതർ. പരസ്പരം എന്താണ്? അത് സിനോണിംസ് ആണ്. അങ്ങനെയാണെങ്കിൽ സിമിലർലി സ്ലൈ ആൻഡ് കൺസർവേറ്റീവ് ആർ സിനോണിംസ് ടു ഈച്ച് അതർ. അപ്പോൾ ഇവിടെ ആൻസർ വരെ എന്താണ്? കൺസർവേറ്റീവ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്. അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ, മദർ ചൈൽഡ്. അങ്ങനെയാണെങ്കിൽ ക്ലൗഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കാം. അമ്മയിൽ നിന്ന് എന്തുണ്ടാകുന്നു? കുട്ടി ഉണ്ടാകുന്നു. ക്ലൗഡിൽ നിന്ന് എന്തുണ്ടാകുന്നു? നോക്കാം. മദർ ഗീവ്സ് ബർത്ത് ടു ചൈൽഡ്. മദർ എന്താണ്? ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. അതുപോലെ തന്നെ ക്ലൗഡ് കോസസ് റെയിൻ. ക്ലൗഡ് എന്തിന് കാരണമാകുന്നു? മഴയ്ക്ക് കാരണമായിരുന്നു. therefore the option C, rain is the right answer. ഇവിടെ എന്താണ്? റെയിൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്ന ബന്ധം? അമ്മയിൽ നിന്ന് ആര് പിറക്കുന്നു? കുഞ്ഞ് പിറക്കുന്നു. ക്ലൗഡിൽ നിന്ന് എന്തുണ്ടാകുന്നു? മഴ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം. അല്ലേ? മൗണ്ടെയിൻ ഹിൽ. നല്ല ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായൊരു മറ്റൊരു ചോദ്യമാണ്. മൗണ്ടെയിൻ ഹിൽ ട്രീ എന്തുമായിട്ട് ബന്ധപ്പെടുത്തുന്നു? മൗണ്ടെയിൻ ഹിൽ എന്താ? രണ്ടും നമുക്കറിയാം. മലകളും കുന്നുകളെ പറ്റിയൊക്കെ നമുക്കറിയാം. മലകള് കുന്നുകൾ എന്നതിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ട്രീ എന്തിനെ നമുക്ക് പറയാൻ പറ്റുമോ? ഫോറസ്റ്റ് അല്ല. എന്താണ്? ലീഫ് അല്ല, അതുപോലെ ഗ്രൗണ്ട് അല്ല. സ്വാഭാവികമായിട്ട് എന്താണ്? ഷബ് എന്ന് പറയാം. മീൻസ് എന്താണ്? അത് കുറ്റിച്ചെടികളാണ് എന്ന് നമുക്ക് പറയാം. അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ നോക്കുക, മൗണ്ടെയിൻ ആൻഡ് ഹിൽ ആർ സിമിലർ തിങ്സ്. രണ്ടും ഒരേ തരത്തിലുള്ള
സാധനങ്ങളാണ്. സിമിലർലി ട്രീ ആൻഡ് ഷബ് ആർ ഓഫ് ദ സെയിം ടൈപ്പ്. എന്താണ്? ട്രീയും ഈ കുറ്റിച്ചെടികളും, മരങ്ങളും കുറ്റിച്ചെടികളും ഒരേ തരത്തിലുള്ള സാധനങ്ങളാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജനുവരി നവംബർ സൺഡേ എന്തുമായിട്ട് നോക്കാം. ജനുവരി നവംബർ, ഇത് നമുക്ക് മിക്കവാറും ഒക്കെ റിലേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ജനുവരി നവംബർ, ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ് ഏതെന്ന് പറയുന്നത്? ജനുവരി എന്ന് പറയുന്നത്. അപ്പോൾ നവംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നവംബർ സെക്കൻഡ് ലാസ്റ്റ് ആണ് അല്ലേ? സെക്കൻഡ് ലാസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? നവംബർ എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ ഒരാഴ്ചയുടെ ആദ്യത്തെ ദിവസമാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് വീക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് ഫ്രൈഡേ ആയിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ഫ്രൈഡേ ആവാനാണ് സാധ്യത. നോക്കാം. ജനുവരി ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ ആൻഡ് നവംബർ ഈസ് ദ സെക്കൻഡ് ലാസ്റ്റ് മന്ത് ഓഫ് ഇയർ. അപ്പൊ നോക്ക്, ജനുവരി ഒരു വർഷത്തിന്റെ ആദ്യ ദിവസവും അതുപോലെ തന്നെ നവംബർ എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് മന്ത് ആണ്. ഒരു വർഷത്തിലെ അവസാനത്തിൽ നിന്ന് തൊട്ടു മുന്നിലത്തെ ഒരു മാസമാണ് ഏതെന്ന് പറയുന്നത്? നവംബർ മാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൺഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് എ വീക്ക്, ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ഏതെന്ന് പറയുന്നത്? സൺഡേ എങ്കിൽ ഫ്രൈഡേ ഈസ് ദ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് വീക്ക്. സംഭവം സെറ്റായില്ലേ? എന്നാ നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്തത് നമ്പർ തരത്തിലുള്ള അനലോഗി ടൈപ്പ്, അല്ലെങ്കിൽ നമ്പർ വെച്ചുകൊണ്ടുള്ള നമുക്ക് കുറച്ച് ഓട് വണ്ണെ നമ്മൾ എന്ത് ചെയ്യാവുന്നു? ഔട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. 3, 7, 15 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതേ റിലേഷനിലുള്ള ഒരു സെറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കണം. ഓക്കെ, ഇതേ റിലേഷനിലുള്ള ഒരു സെറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കണം അല്ലേ? നോക്കാം. 3, 7, 15 എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. 3 ഉണ്ട്, 7 ഉണ്ട്, 15 ഉണ്ട്. നിങ്ങൾ നോക്കിയേ, 3ൽ നിന്ന് ഞാൻ 4 കൂട്ടി, അപ്പോൾ 7 വന്നു. 7ൽ നിന്ന് ഞാൻ എത്ര കൂട്ടി? 8 കൂട്ടി, അപ്പോൾ 15 വന്നു. നമുക്ക് ഈ റിലേഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. 2നോട് എത്ര കൂട്ടി? 4 കൂട്ടി. അടുത്തത് എത്ര കൂട്ടി? വീണ്ടും 4 കൂട്ടി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാമല്ലോ. 4ൽ നിന്ന് 4 കൂട്ടി, അടുത്ത എത്ര കൂട്ടി? 8ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 10 കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എന്താണ്? രണ്ടാമത്തും അല്ല. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. 4 കൂടി 9 17 ആകണമെങ്കിൽ എത്ര കൂടണം? 9 17 ആകണമെങ്കിൽ 8 കൂടണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി എന്താവണം? ഇവിടെ ഈ സെയിം റിലേഷനിലായിരിക്കണം വരേണ്ടത്. നമുക്ക് അടുത്തതും കൂടെ നോക്കാം. ഇവിടെ എത്ര കൂടി? 5 കൂടി. തൊട്ടടുത്ത് എത്ര കൂടിയിട്ടുണ്ട്? 7 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതല്ല ഇതും അല്ല ഉത്തരം എന്ന് മനസ്സിലായി. അപ്പോൾ സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, മൂന്നാമത്തെ ഓപ്ഷനാണ് 5, 9, 17. അപ്പോൾ എങ്ങനെയാണ് ഇത്? 3 ഏത് രീതിയിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ശരി ഉത്തരം നമുക്ക് ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്ത് എഴുതണം. അതാണ് നമ്മുടെ ചോദ്യം. ഇതേ കണക്കുള്ള മറ്റൊരു ചോദ്യം കൂടെ നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. 3, 18, 36. 3നെ 6 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര വന്നു? 18. ഈ 18നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര വന്നു? 36. ഇതായിരിക്കുമോ നോക്കാം നമുക്ക് റിലേഷൻ. ചിലപ്പോൾ എന്താണ് ഇത് തന്നെ ആവണമെന്നില്ല. നോക്കാം. 2നെ 5 കൊണ്ട് ഇൻഡ് ചെയ്താൽ 10 വരും. 10നെ വീണ്ടും 2 കൊണ്ട് അതല്ലല്ലേ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 12, 72, 96. 12നെ എത്ര കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 72ലേക്ക് വരാൻ പറ്റും? 6 കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 72 വരാം. സെറ്റ്. ഓക്കെ, 12 ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്തത് 72ന്റെ ഇരട്ടിയാണ് 96. 72നെ 2 കൊണ്ട് ഇൻഡ് ചെയ്താൽ അല്ല. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. 4നെ 6 കൊണ്ട് ഇൻഡ് ചെയ്താൽ 6, 4, 24. 24നെ വീണ്ടും 2 കൊണ്ട് ഇൻഡ് ചെയ്തു. നോക്ക്, സംഭവം സെറ്റായി. ഓപ്ഷൻ 3, മൂന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. നമുക്ക് അടുത്ത കൂടെ നോക്കിയേ. 6നെ 6, 36, 7, 6, 7, 42. 42 ഇരട്ടിയല്ല ഇത്, ഇതുമല്ല. അപ്പോൾ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ എന്താണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ആലോചിക്കേണ്ട കേസ്? ഇത്രയേ ഉള്ളൂ. ഇവരെ എങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എങ്ങനെയാണോ 3 നമ്പേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്
അതേ രീതിയിൽ നമുക്ക് ഓപ്ഷനിൽ കണക്ട് ചെയ്തിട്ടുള്ള അതേ റിലേഷനിൽ അതേ തരത്തിലുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം, അടുത്ത നോക്കിയേ, 7, 15, 31. 7, 15, 31. എങ്ങനെ നമുക്ക് ഇതിനെ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ നോക്കാം? യെസ്, നമുക്ക് ആ റിലേഷൻ ഒന്ന് നോക്കാം അല്ലേ. 7, 15, 30. നോക്കിയേ, 7നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ എനിക്ക് 14 കിട്ടി. അപ്പോൾ ഒന്നാമത്തെ നമ്പർ 7ആണ്. 7നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ എനിക്ക് 14 കിട്ടി. 14നോട് 1 കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 15. ഈ കിട്ടിയ 15നെ വീണ്ടും ഞാൻ എത്ര കൊണ്ട് 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ എനിക്ക് 30 കിട്ടി. അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 31. കണ്ടില്ലേ? 7, 15, 31. കണ്ടില്ലേ? അങ്ങനെയാണ് ആ നമ്പേഴ്സിൻ്റെ റിലേഷൻ. നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് തൊട്ട് നോക്കിയേ, 7നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ 14. 14നോട് 1 മൈനസ് ചെയ്താൽ 13 വരുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ ഒറ്റയടിക്ക് മനസ്സിലായി അല്ലേ. രണ്ടാമത് നോക്കാം, 5നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ 10ആണ്. അതിൻ്റെ കൂടെ കൂട്ടിയപ്പോൾ 11. അപ്പോൾ ഇതല്ല ഉത്തരം. നോക്കൂ, ഇനി അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, 9, 13. 4ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമല്ല. സ്വാഭാവികമായിട്ട് ഉത്തരം ഇവിടെ 4ാമത്തെയാണ് വരേണ്ടത്. 4ാമത്തെ ആൻസർ ആണ് വരേണ്ടത്. നമുക്ക് നോക്കാം ഉത്തരം നമുക്ക് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കി കഴിഞ്ഞാലോ. നോക്കാം, അതേ രീതിയിൽ നമുക്കിതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, 5നെ 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ 10. 10ന്ന് 3 കൂട്ടിയപ്പോൾ 13. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്തത് 29 ആണ് വന്നിരിക്കുന്നത്. 29നെ നമുക്ക് നോക്കാം. 13നെ എത്ര ഉണ്ട്? 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 26. കിട്ടുന്ന ഉത്തരത്തിനോട് 3 കൂട്ടിയപ്പോൾ 29. ഇതേ തരത്തിലുള്ള ഒരു സീരീസ് ആണ്. വേറെ ഇവിടെ എങ്ങും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 1 പ്ലസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആ 1 തന്നെ സെയിം 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് സെയിം 1 കൊണ്ട് പ്ലസ് ചെയ്തു. നോക്കി, ഇവിടെ എങ്ങും നമുക്ക് ഇതുപോലൊരു സീരീസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. നോക്കിയേ, ഇവിടെ നോക്കിയേ, 5നെ എത്ര കൊണ്ട് 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ 10. അതിനോട് 3 കൂട്ടി 13. നോക്ക്, കൂട്ടുന്നതും ഗുണിക്കുന്നതും സെയിം നമ്പർ ആണ്. ഇവിടെ നോക്ക്, 2 കൊണ്ട് ഇൻഡ് ചെയ്തു, ഇവിടെ 3 കൂട്ടി. നോക്ക്, അടുത്ത് നോക്കിയേ, 13നെ 2 കൊണ്ട് നോക്ക് സെയിം നമ്പർ. കണ്ടില്ലേ? 2 കൊണ്ട് ഇൻഡ് ചെയ്തപ്പോൾ 26. 26നോടെ 3 കൂട്ടിയപ്പോൾ 29. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ഓപ്ഷനാണ് ഇവിടെ എന്താണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് വരാൻ പറ്റുന്ന എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 63, 49, 35 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. എന്താണ് ഇതിന്റെ റിലേഷൻ? നമ്മളിലുള്ള നമ്പേഴ്സ് ഒന്ന് 63, അടുത്തത് 49, അടുത്തത് 35 അല്ലേ. ഇപ്പൊ നോക്കിയേ, 9 ഇൻറ്റു നമുക്ക് ഇതിനകത്ത് പൊതുവായിട്ട് ഒരു സംഖ്യ ഉണ്ട് അല്ലേ. എല്ലാത്തിൻ്റെയും 7ന്റെ ഗുണിതങ്ങളാണ്. നമുക്ക് പൊതുവായിട്ട് 7 എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഗുണിച്ച് നോക്കാം. 7 ഇൻറ്റു 9, 63. അടുത്തത് 7 ഇൻറ്റു 7 എന്താണ്? 49. അടുത്തത് 7 ഇൻറ്റു 5, 35. കണ്ടില്ലേ? നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം, ഇതിലെല്ലാത്തിലും എന്താണ് കോമൺ ആയിട്ട് ഏത് നമ്പർ ഉണ്ട്? 7 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്, കോമൺ ആയിട്ടുണ്ട് അല്ലേ. ആദ്യം എത്ര ഉണ്ട്? 9 കൊണ്ട് ഇൻഡ് ചെയ്തു. രണ്ടാമത് 7 കൊണ്ട് ഇൻഡ് ചെയ്തു. അടുത്തത് എത്ര കൊണ്ട് ഇൻഡ് ചെയ്തു? 5 കൊണ്ട് ഇൻഡ് ചെയ്തു. നമുക്ക് ഇതേ റിലേഷൻ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. നമുക്ക് 81, 63, 45 നോക്കാം. 9 കൊണ്ടാകുമ്പോൾ നോക്കാം. 9, 9, 81. 9, 7, 63. 9, 5, 45. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഇവിടെ എന്താവണം? ശരി ഉത്തരമാവണം. ഒന്നാമത്തെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇവിടുത്തെ ശരി ഉത്തരം കിട്ടിയെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നമുക്കൊന്ന് 81 എഴുതി നോക്കാം. 81, 63, 45. ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ഉണ്ടോ എന്ന് നോക്കിയേ. കോമൺ ആയിട്ടുള്ള നമ്പർ എല്ലാത്തിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്താണ്? 9 ഉണ്ടെന്ന് പറയാം അല്ലേ. എല്ലാത്തിലും 9 ഡിവൈഡ് ചെയ്യാം തന്നെ. അപ്പോൾ നോക്ക്, 9നെ ആദ്യം ഞാൻ എത്ര കൊണ്ട് ഇൻഡ് ചെയ്യാൻ പോകുന്നു? 9 കൊണ്ട് ഇൻഡ് ചെയ്തു. 9, 9, 81. അടുത്തത് എത്ര കൊണ്ട് ഇൻഡ് ചെയ്യണം? അടുത്തത് രണ്ടാമത് 7 കൊണ്ട് ഇൻഡ് ചെയ്തു. നോക്ക്, ഇവിടെ 7 കൊണ്ടാണ് ഇൻഡ് ചെയ്തേക്കണം. 7 കൊണ്ട് ഇൻഡ് ചെയ്തു. 9, 7, 63. അടുത്തത് 5 കൊണ്ട് ഇൻഡ് ചെയ്തു. സെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഒരു സീരീസും കൂടെ നമുക്ക് നോക്കാം. ഒരു സെറ്റ് ഓഫ് നമ്പറും കൂടെ നമുക്ക് നോക്കാം. 2, 14, 16 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം പല പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു ചോദ്യങ്ങൾ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല,
ഡിസ്കസ് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വരുന്ന CSEB പരീക്ഷകൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. നമുക്കിവിടെ 2, 14, 16 എന്ന് പറയുന്ന നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. നോക്കാം. ഈ കാണുന്ന 2നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് 14 കിട്ടി. 14നോട് 2 കൂട്ടിയപ്പോൾ എനിക്ക് 16 കിട്ടി. ഇങ്ങനെ ഏതെങ്കിലും ഒരു റിലേഷൻ ഇവിടെ ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. 2നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 7 വരുമോ? ഇല്ല. അപ്പോൾ അത് വിട്. അടുത്ത് നോക്കാം. 3, 21, 24 നമുക്ക് നോക്കാം. 3നെ നമുക്ക് 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 21 വന്നു. ആ 21നോട് നമുക്ക് ഇവിടെ 2 എങ്കിൽ ഇത്ര ആ 3 ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ 24 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 2 കൂടെ ഒന്ന് നോക്കാം. 4, 16, 18. 4 ഇൻറ്റു നമുക്ക് 7 ചെയ്യാം. 7, 4, 28 ആയി പോകും. അപ്പോൾ ഇതല്ല. അടുത്ത 2, 9 അല്ല, അതൊന്നും വരില്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഓപ്ഷൻ. കണ്ടില്ലേ? 2നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്തു 14. 14നെ ആ കിട്ടിയ ഉത്തരത്തിന് 14 2 കൂട്ടിയപ്പോൾ 16. 3നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്ത് 21. 21നോട് എത്ര കൂട്ടി? ആ 3 തന്നെ. ഈ 3 എന്നെ ഇവിടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 24 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെറ്റാണ് സെയിം ആയിട്ട് വരുന്നത് അല്ലേ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ന് ഡിസ്കസ് ചെയ്ത കുറേ ചോദ്യങ്ങൾ, അനലോഗി ആൻഡ് സിമിലാരിറ്റിയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ സംഖ്യകളും ആൽഫബറ്റ്സും ഉപയോഗിച്ച കുറച്ച് ചോദ്യങ്ങളും ആൽഫബറ്റ്സ് മാത്രം ഉപയോഗിച്ച കുറച്ച് ചോദ്യങ്ങളും. ഇനി 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഈ മേഖലയിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സുമായിട്ട് ഞാൻ എന്ത് ചെയ്യാം? വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.